നമസ്കാരം. അയൽ രാജ്യമായ പാകിസ്ഥാൻ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ആഭ്യന്തര സംഘർഷം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പല വിദേശ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ബലൂചിസ്ഥാനിൽ വലിയ സായുധ കലാപം തുടങ്ങിക്കഴിഞ്ഞു. ബലൂചിസ്ഥാനിലെ ഈ കലാപം പാകിസ്ഥാനെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. RP, ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ വർഷങ്ങളായി സംഘർഷം നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു സംഘർഷമുണ്ട്. ഇത്രയും നാളായും പാകിസ്ഥാൻ അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം അത്രമാത്രം രൂഢമൂലമാണോ അവിടുത്തെ ആ വിഷയം? തീർച്ചയായിട്ടും ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന, അതും ഉപദേശീയതയല്ല, അത് ദേശീയത പാകിസ്ഥാനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ദേശീയ ഐഡൻറ്റിറ്റി ഉള്ളവരാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ബലൂചിസ്ഥാനിലുള്ളത്. അവർക്ക് അവരുടേതായ ഒരു വലിയ കൾച്ചറും വലിയൊരു ഹിസ്റ്ററിയും ഒക്കെ ഉണ്ട്. ഭാഷ, എല്ലാ അർത്ഥത്തിലും അവർ വളരെ വ്യത്യസ്തരാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനവിഭാഗം തന്നെ പൂർണ്ണമായിട്ട് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഈ തിരിയുന്നതിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അത് കുമാറും എനിക്ക് തോന്നുന്നത് നേരത്തെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണ ചൂഷണമാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് എപ്പോഴും പാകിസ്ഥാന് കുറേ ഉപദേശീയതകളുണ്ട്. അതിൽ സിന്ധികളുണ്ട്, പഷ്തൂൺ വർഗ്ഗക്കാരുണ്ട്, ബലൂചികളുണ്ട്, പഞ്ചാബികളുണ്ട്. പക്ഷേ ഈ പഞ്ചാബികളാണ് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവരെ ഭരിച്ചിട്ടുള്ളത്, അവരെ എപ്പോഴും ഡൊമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ ഒരു സ്വാധീനത്തിലാണ് പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ പഞ്ചാബാണ് ഏറ്റവും വികസിച്ച് നിൽക്കുന്ന പ്രവിശ്യയും. അപ്പോൾ നമ്മുടെ പഞ്ചാബല്ല, പാകിസ്ഥാനിലെ പഞ്ചാബിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. പഞ്ചാബ് വിഭജന കാലത്ത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ കയ്യിലാണ് പാകിസ്ഥാൻ സൈന്യമായാലും പാകിസ്ഥാൻ്റെ ഭരണകൂടമായാലും. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ അല്ലാതെ വരുമെങ്കിലും അവരൊരിക്കലും നിൽക്കാറില്ല, ഇവരുടെ കയ്യിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ ഈ ബലൂചിസ്ഥാൻ നമ്മൾക്ക് അറിയാവുന്നതുപോലെ പ്രകൃതി സമ്പത്താൽ സമ്പന്നമാണ്. അവിടെ സ്വർണമുണ്ട്, ഗ്യാസ് ഉണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇത് കൊണ്ട് ബലൂചിസ്ഥാന് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ഇപ്പോൾ നമ്മളിവിടെ റൊട്ടി കപ്പട മക്കാൻ എന്ന് പറയും, ബിജിലി സടക് മക്കാൻ എന്ന് പറയും. അതായത് റൊട്ടിയും കഴിക്കാൻ ആഹാരവും വസ്ത്രവും പാർപ്പിടവും, അല്ലെങ്കിൽ സടക്ക് ബിജിലി മക്കാൻ, അതായത് റോഡ് വേണം, വൈദ്യുതി വേണം, വീട് വേണം. അപ്പോൾ ഇതൊക്കെ ബേസിക് റിക്വയർമെൻറ്റ്. ഈ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. വളരെ പിന്നോക്കാവസ്ഥയാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബലൂചികൾ മുന്നോട്ടിറങ്ങിയത്. പിന്നെ ചൈനയുടെ ഒരു വലിയ സ്വാധീനം, ചൈനീസ് വന്ന് ഞങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. കാരണം ചൈനയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം ഞാൻ ഇന്ന് പാകിസ്ഥാൻ്റെ ഒരു സമ TV എന്ന് പറയുന്ന ഒരു ചാനൽ കാണുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ വക്താവായിട്ടുള്ള ഒരു വ്യക്തി, അയാളൊരു മാധ്യമപ്രവർത്തകനാണ്. അയാൾ പറയുന്നത് ചൈന നിങ്ങളുടെ ഭർത്താവല്ലേ എന്നാണ് ചോദിക്കുന്നത്, പാകിസ്ഥാൻ്റെ ഭർത്താവല്ലേ ചൈന എന്നാണ് ചോദിക്കുന്നത്. അതായത് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചൈന. പാകിസ്ഥാനാകട്ടെ ബലൂചിസ്ഥാനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ കൊടുക്കുന്ന വിഭവ സമ്പത്ത് അനുസരിച്ച് അതിൻ്റെ തുച്ഛമായ ഡെവലപ്മെൻറ്റ് പോലും ബലൂജിൽ നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. പക്ഷേ ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ഈ ഒരു ആക്രമണം സൂചിപ്പിക്കുന്നത് അതിനൊക്കെ അപ്പുറമുള്ള മറ്റൊരു കാര്യമാണ്. അതായത് ബലൂചിസ്ഥാനിൽ ക്രമേണയാണെങ്കിലും പാകിസ്ഥാൻ്റെ ഗ്രിപ്പ്, പാകിസ്ഥാൻ്റെ സ്വാധീനം, അവരുടെ ഭരണത്തിൻ്റെ ഒരു സ്വാധീനം പിടി അയയുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിന് കാരണം കൂടെ ഞാൻ പറയാം. ഈ മൗലാന ഫസലുർ റഹ്മാൻ എന്നും പറഞ്ഞ് പാകിസ്ഥാനിലെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് പാർലമെൻറ്റിൽ. അദ്ദേഹത്തെ ഭാരതത്തിൽ ചിലർക്കെങ്കിലും അറിയാം. അദ്ദേഹം വർഷങ്ങൾ മുമ്പ് ഭാരതത്തിൽ വരികയും RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിച്ച്, ഹെഡ്ക്വാർട്ടേഴ്സല്ല, RSSൻ്റെ ദില്ലിയിലെ ജണ്ടേവാല ഓഫീസ് സന്ദർശിച്ച് അവിടെ RSS നേതാക്കളുമായി ചർച്ച നടത്തുക പോലും ചെയ്ത ആളാണ്. മിതവാദിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം കഴിഞ്ഞ മാസം പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറയുന്നത് ബലൂച്ച് പ്രവിശ്യയിലെ 7-8 ജില്ലകളിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ സാന്നിധ്യമില്ല, അവിടെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാണ്. അപ്പോൾ അത്രയും മോശമാണ് സ്ഥിതി ബലൂചിസ്ഥാനിൽ. എന്ന് മാത്രമല്ല, ഈ പറയുന്ന പോലെ തീവ്രവാദികൾ ചെയ്യുന്ന പോലെ ഹിറ്റ് ആൻഡ് റൺ ഉണ്ട്, അടിക്കുക ഓടുക. ഇതങ്ങനല്ല, അങ്ങനത്തെ ഒരു ആക്രമണമല്ല.
ഒരു ട്രെയിൻ പൂർണ്ണമായിട്ട് തട്ടിയെടുക്കുന്നു, അതിൻ്റെ പാളം ഇല്ലാതാക്കുന്നു, ട്രെയിനിൽ ഇത്രയും ആൾക്കാരെ പിടിക്കുന്നു, ബന്ദികളാക്കുന്നു. ഇത് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റില്ല. നൈറ്റ് വിഷൻ ഗോഗിൾസും അത്യന്താധുനിക ആയുധങ്ങളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്, സാറ്റലൈറ്റ് ഫോൺ ഉൾപ്പെടെ. അപ്പോൾ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സൈന്യത്തെ തന്നെയാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പം നേരിടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുതൽ തന്നെ പാകിസ്ഥാൻ ഒരു തലവേദനയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ ആക്രമണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ മൂർച്ച കൂടിയിരിക്കുന്നു. ഇത് ചൈന അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ചില പ്രൊജക്റ്റുകൾ റൺ ചെയ്യുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലകളിലാണ്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണോ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ആളി കത്തിക്കുന്നത്? അതൊരു ഘടകമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഘടകമാണ്. പക്ഷേ ബലൂജികളുടെ ഇടയിൽ ഒരു ശക്തമായ ആൻറ്റി സെൻറ്റർ വികാരമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ, പഞ്ചാബികൾക്കെതിരെ ഒരു വലിയ വികാരമുണ്ട്. കാരണം ഇതിനകത്ത് നടക്കുന്ന ഈ ബലൂജിലെ ഈ സ്വാതന്ത്ര്യ വാഞ്ചയെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ പട്ടാളം ഒത്തിരി അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 15,000 ചെറുപ്പക്കാരെ കാണാനില്ലെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ഉണ്ട്. അവിടെ അനങ്ങാൻ പറ്റില്ല. ഈവൻ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പോലും ബലൂജിലെ വാർത്തകൾ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചാണ്. നമുക്കറിയാം, ഇസ്ലാമാബാദിലൊക്കെ പട്ടാളക്കാർ മാധ്യമപ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു അതിക്രമം ഇതിനകത്തൊരു ഘടകമാണ്. മറുവശത്ത് ചൂഷണം മറ്റൊരു ഘടകമാണ്. ഇതിപ്പോൾ പാകിസ്ഥാൻ ഇതൊരു പുതിയ തലവേദനയൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഈ വിഘടനവാദികൾ, അവരെ വിമോചന പോരാളികൾ എന്നാണ് അവർ വിളിക്കുന്നത്. അതുതന്നെയായിരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം വിളിക്കേണ്ടത്. കാരണം പാകിസ്ഥാൻ നമ്മളോട് കാണിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ആ വിമോചന പോരാളികൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അവർക്ക് തെഹ്രീക്കെ താലിബാൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അത് മറ്റു പലരുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഈ ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തെ ഇതൊക്കെയാണെങ്കിലും പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രയത്നമാണ്. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷക്കാലത്തെ പോരാട്ടം അവസാനിപ്പിച്ച് പാകിസ്ഥാനിൽ എന്തെങ്കിലും ചെയ്യാൻ ഈ ബലൂജ് ആർമിക്ക് കഴിയുമോ? ഡിപ്പെൻസ്. ഇപ്പം കുമാർ തന്നെ പറഞ്ഞതുപോലാണ്, എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം താലിബാൻ ഒരിക്കലും തിരിച്ചു വരും ഭരണത്തിലേക്കെന്ന് ആരും കരുതുകയല്ല. പക്ഷേ താലിബാൻ എത്ര ശക്തമായിട്ടാണ് അവർ തിരിച്ചു വന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അത് സാധിക്കുമെങ്കിൽ പാകിസ്ഥാനിലും ഒരു പക്ഷേ ആ വിഘടനവാദം. പക്ഷേ അതിൻ്റെ മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ്. അവർക്ക് വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനവും ഒക്കെയുള്ള, പേരിനാണെങ്കിലും ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമാവണമെന്നില്ല. പക്ഷേ ഒരു ഫോറിൻ ഇൻ്റർഫിയറൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലായിട്ടും അത് ചെയ്യാനും സാധിക്കും. ഒരു വിദേശ ഇടപെടൽ, ഒരു വിദേശ സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അതായത് ബലൂചിസ്ഥാനെ സഹായിക്കാൻ മറ്റൊരു രാജ്യം തയ്യാറായാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. ഇതിപ്പോൾ ബലൂജി മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കുമാറെ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ വേറെയും ഉപദേശീയതകളുണ്ട് തയ്യാറായി നിൽക്കുന്നത്. ചരിത്രം അറിയാവുന്നവർക്കറിയാം, ഒരു കാലത്ത്, നമുക്ക് ഓപ്പൺലി അത് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ഒരു കാലത്ത് പാകിസ്ഥാനെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി, കാരണം പാകിസ്ഥാൻ തുടക്കം തൊട്ട് നമ്മളോട് പ്രശ്നമാണ്, നമ്മളെ 3 യുദ്ധങ്ങളും പിന്നെ കാർഗിലും ഒക്കെ വന്നത് നമുക്കറിയാം. അപ്പോൾ ഈ പാകിസ്ഥാനെ ക്ഷീണിപ്പിച്ച് നിർത്താൻ വേണ്ടി ഇന്ദിരാഗാന്ധി നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനത്തെ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ഒരു പ്രേരണയിലാണ് ബലൂചിസ്ഥാനിലും അതേപോലെ തന്നെ സിന്ധിൽ സിന്ധ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ജയ് സിന്ധ് എന്നാണ് ആ മൂവ്മെൻറ്റിൻ്റെ പേര് തന്നെ. അവിടെ സിന്ധു ദേശീയത അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. പക്ഷേ ഇതെല്ലാം പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. ഭരണം മാറിയപ്പോൾ നയം മാറി, അങ്ങനെ അത് ഇല്ലാതാകുമായിരുന്നു. ഇപ്പം നമ്മുടെ ഉദ്ദേശം പാകിസ്ഥാനെ വിഘടിപ്പിക്കുക എന്നുള്ളതല്ല. പക്ഷേ പാകിസ്ഥാനിനുള്ളിലെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ വലിയ ശത്രുതയ്ക്കോ വലിയ ശല്യത്തിനോ നമ്മളോടെ വരില്ല. അതായിരുന്നു ഒരുപക്ഷെ ആ കാഴ്ചപ്പാടെന്ന് തോന്നുന്നു. പക്ഷേ അതിപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം
നരേന്ദ്രമോദി അത് ചെയ്യുന്നുവെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ബലൂചിസ്ഥാന് ഓപ്പണായിട്ട് ബലൂചിസ്ഥാന് ഒരു സപ്പോർട്ട് ഒരിക്കൽ കൊടുത്തതാണ്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ തന്നെ, ചുവപ്പ് കോട്ടയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ഒരു പ്രാവശ്യം ബലൂചിസ്ഥാനെ പരാമർശിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂട്ടി വായിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ പറയുന്ന ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു നയമില്ല നമുക്ക്. ഈ ബലൂജ് ലിബറേഷൻ ആർമി ചില ആക്രമണങ്ങൾ നടത്തുന്നു. ആ ആക്രമണങ്ങളിൽ ചൈനീസ് പൗരന്മാരും ചൈനയുടെ എഞ്ചിനീയർമാരും ഒക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് ചൈന പാകിസ്ഥാനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൈന്യത്തെ ഇറക്കി വെടിവെച്ച് കൊല്ലുമെന്നാണ്. അപ്പം ചൈനയ്ക്കും ഒരു പ്രധാന ശത്രുവായി ഈ ബലൂജ് പോരാളികൾ മാറിയോ? തീർച്ചയായിട്ടും അവരെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചർച്ച ഞാൻ പാകിസ്ഥാൻ TV-യിൽ ഇന്ന് രാവിലെ കണ്ടതിലും അവർ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നത് ചൈനയ്ക്കെതിരെയാണ്. ചൈനയോടെ, പഞ്ചാബികളോടെ ഒക്കെയുള്ള വിരോധമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബലൂജ് ആർമി എന്ന് പറയുന്ന ഈ വിമോചന സംഘം അവർ ചൈനയ്ക്ക് പൂർണ്ണമായിട്ട് എതിരാണ്. ചൈനയും പാകിസ്ഥാനിലെ പഞ്ചാബ് ലോബിയും ചേർന്നാണ് ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് അടിവരയിട്ടവർ പറയുന്നുണ്ട്. അവർക്ക് അഫ്ഗാനിസ്ഥാനോട് അങ്ങനെ ഒരു വിരോധമില്ല, താലിബാനോട് അങ്ങനെ ഒരു വിരോധമില്ല. താലിബാനിൻ്റെ ഈ തെഹ്രീക്കെ താലിബാൻ ഒക്കെ ഇങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട്, പാകിസ്ഥാൻ പട്ടാളത്തെ വെടിവെച്ച് കൊല്ലുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബലൂജികൾക്ക് അങ്ങനെ അവരോടൊരു ദേഷ്യമില്ല. യഥാർത്ഥത്തിൽ അവരുടെ സഹായം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. TTK അല്ലേ, തെഹ്രീക്കെ താലിബാൻ, അവരുടെ സഹായം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല അന്താരാഷ്ട്ര ഏജൻസികളും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ വിഘടിക്കാൻ സമയമായി, അത്രമാത്രം കലാപങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണകരമായിരിക്കും? അല്ലെങ്കിൽ പാകിസ്ഥാൻ വിഘടിക്കപ്പെടുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇസ്ലാമിക ലോകത്തെ ഒരു ന്യൂക്ലിയർ പവറാണ്. അങ്ങനെ പാകിസ്ഥാൻ എൻ്റെ ബാൾക്കനൈസേഷൻ എന്നാണ് പറയുക. ഇന്ത്യയിൽ അത് നടപ്പാക്കാനാണ് ഇവന്മാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ പാകിസ്ഥാനിൽ അതൊരു സാധ്യതയുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനിൽ അങ്ങനെ നടക്കുകയുള്ളൂ. എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ക്ഷീണിതാവസ്ഥയിലും പാകിസ്ഥാന് ഒരു ഇൻറ്റേർണൽ ത്രെട്ട്, ആഭ്യന്തര സാധ്യതകളും ആഭ്യന്തര സംഘർഷങ്ങളും ഉള്ളത് നമുക്കെപ്പോഴും നല്ലതാണ്. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരവസ്ഥയിലാണെങ്കിൽ കാര്യമായിട്ട്, കാരണം ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പഞ്ചാബിൽ ഖാലിസ്ഥാൻ തീവ്രവാദവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ വീണ്ടും ശ്രമിക്കുകയാണ്. അത് സംബന്ധിച്ച വാർത്തകളാണ് നമുക്ക് വരുന്നത്. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാലും നമ്മളെ അതിന് സമ്മതിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അച്ചുതണ്ട് ഒടിയുന്നതും അല്ലെങ്കിൽ ആ പാകിസ്ഥാൻ ഒരു ക്ഷീണിതാവസ്ഥയിലാകുന്നതും നമുക്ക് നല്ലതാണ്. പക്ഷേ പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതായാൽ അത് എങ്ങനെയായിരിക്കും അത് ഭാരതത്തെ ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ ആരുടെ കയ്യിലാണ് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇപ്പം ചൈനയിൽ അങ്ങനെ ഒരു വിഘടനവാദം നടക്കുന്നുണ്ട്. ടിബറ്റ് അറിയാമല്ലോ, ടിബറ്റിൻ്റെ വിമോചനം. അവർ ബുദ്ധിസ്റ്റുകളും സമാധാന പ്രേമികളും ആയതുകൊണ്ട് ആ വാർത്തകളാരും ശ്രദ്ധിക്കുന്നില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ഒരു വിഘടനവാദം നടന്ന നമ്മളും ചൈനയുമായിട്ടുള്ള പ്രശ്നം തീരും. കാരണം ഭാരതത്തോട് സൗഹാർദ്ദപരമായ നയങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ബഫർ രാജ്യം നമുക്ക് അതിനിടയിൽ കിട്ടും. അതുതന്നെയായിരിക്കും ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാൻ്റെ നേരെ പകുതിയാണ് അത് പോവുക. പാകിസ്ഥാൻ പിന്നെ ഒന്നുമല്ല. അപ്പോൾ അപ്പുറത്ത് നമുക്കൊരു സൗഹൃദ രാജ്യം വരുന്നത് നമുക്ക് നല്ലതാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് വേറെ കുമാറെ, ഇപ്പോൾ ഈ കരയുന്ന കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർത്തത് ഞാൻ പറയാം. നമ്മളിത് നേരിടുന്ന ഒരു രീതിയുണ്ട്, പാകിസ്ഥാൻ നേരിടുന്ന പോലെ അല്ല. ഇപ്പം നമുക്കും ഖാലിസ്ഥാൻ തീവ്രവാദം, വിഘടനവാദം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാശ്മീർ ഉണ്ടായിരുന്നു, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ. നമ്മൾ ഈ സംസ്ഥാനങ്ങളിൽ മാക്സിമം ഫണ്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്, അവിടെ ഡെവലപ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കേരളത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള പണ്ട് തിരുനക്കരയിൽ, കോട്ടയം തിരുനക്കരയിൽ ഒരു പ്രസംഗം നടത്തി, ഓർക്കുന്ന, പഞ്ചാബ് മോഡൽ പ്രസംഗം എന്നാണ് പറയുന്നത്. അന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞ വാചകമാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളോ
അതായത് വിഘടനവാദം നടത്തിയാൽ മാത്രമേ ഡെവലപ്മെൻ്റ് ഉള്ളൂ എന്ന് ചോദിച്ചു. പക്ഷെ അത് നമ്മുടെ നയമാണ്. നമ്മൾ മറുവശത്ത് വിഘടനവാദത്തെ അടിച്ചമർത്തും. പക്ഷേ അവർക്ക് അങ്ങനെ ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തീർക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അത് അസാമിലായാലും പഞ്ചാബിലായാലും കശ്മീരിലായാലും വലിയ തോതിൽ നമ്മൾ പണം ഇറക്കി തന്നെ അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ബലൂചിസ്ഥാനെ ഇവർ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കരയും തോറും അവരെ കൂടുതൽ അടിച്ചമർത്താനാണ് പാകിസ്ഥാനിലെ പട്ടാള ഭരണകൂടവും പട്ടാളത്തിൻ്റെ മുകളിലുള്ള സിവിലിയൻ ഭരണകൂടം. അതൊരു പേരിന് മാത്രമേ ഉള്ളൂ. പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർ ശ്രമിക്കുന്നത് ഇതിനെ അടിച്ചമർത്താനാണ്. അതാണ് ആ ഒരു കാതലായ ഒരു വിഷയം കൂടി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം, അതിനകത്ത് ഒരു ട്രെയിൻ മുഴുവൻ പിടിച്ചെടുക്കുന്നു, ബന്ദികളാക്കുന്നു, നൂറുകണക്കിന് ആളുകളെ. ഇപ്പോഴും തിരിച്ചു പിടിക്കാൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. അവിടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചില തന്ത്രങ്ങൾ പാളി എന്ന് നമുക്ക് പറയാം. തന്ത്രങ്ങൾ പാളിയെന്നല്ല, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തന്ത്രങ്ങൾ വിജയിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഇൻ്റലിജൻസ് വളരെ ശക്തമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. അവരുടെ അത്യന്താധുനിക സാങ്കേതികമായിട്ടുള്ള അവരുടെ മികവും തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് എത്ര പട്ടാളക്കാരായിരുന്നു ഉള്ളത്, എവിടെയൊക്കെയാണ് പട്ടാളക്കാരുള്ളത്, എവിടെയൊക്കെയാണ് സിവിലിയൻസ് ഉള്ളതെന്നൊക്കെ ഇവർക്കറിയാമായിരുന്നു. അവരതനുസരിച്ചാണ് ഇവരെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പിന്നീട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവർ വിട്ടയക്കുകയും ചെയ്തല്ലോ. അവിടുത്തെ ഒരു പാകിസ്ഥാൻ പട്ടാളത്തിന് വലിയൊരു എന്താ പറയുക പരിമിതി ഉള്ളത് ആ പ്രദേശത്തെ ടെറൈൻ അങ്ങനെയാണ്, ഭൂമിശാസ്ത്രം അങ്ങനെയാണ്, മലനിരകളാണ്. അവിടെ മലനിരകളുടെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആൾക്കാർക്ക് അവിടെ ഒളിച്ച് താമസിക്കാൻ അല്ലെങ്കിൽ നിൽക്കാൻ വളരെ എളുപ്പമാണ്. ഇത് താഴെയാണ്. അപ്പം യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ ഒരു ഭൂമിശാസ്ത്രമാണ് ആ പ്രദേശത്തുള്ളത്. ഉയരത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് അവരുടെ പ്രദേശമാണ്. തുരങ്കമായിരുന്നു, 17 തുരങ്കങ്ങളോ മറ്റോ ആ ഏരിയയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അവർക്കത് വളരെ അനുകൂലമായ ഘടകമായിട്ടുണ്ട്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ഫോണ്, നൈറ്റ് വിഷൻ എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പട്ടാളം വളരെ മാനസികമായി, അത് ഇന്നലെയും നമ്മൾ ചർച്ചയിൽ പറഞ്ഞാണ്, മാനസികമായി അവരുടെ മൊറയിൽ വളരെയധികം അത് ബാധിച്ചിട്ടുണ്ട്. കാരണം ഒരു വശത്ത് തെഹ്രീക്കെ താലിബാനിൽ നിന്ന് അടിയേക്കുന്നു, മറുവശത്ത് ഇവരിൽ നിന്ന് അടിയേക്കുന്നു. ഭാരതത്തിൻ്റെ ബോർഡറിൽ ഇടയ്ക്കിടയ്ക്ക് പണ്ട് വെടി പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇവിടെ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പ്രസ്താവനയെ വരും. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഒരു വെടി പൊട്ടിച്ചാൽ 10 വെടി തിരിച്ചു പൊട്ടിക്കും. ഒരു പോസ്റ്റ് ഇവിടെ തകർത്ത് കഴിഞ്ഞാൽ 10 പോസ്റ്റ് അവിടെ തകർത്തിട്ടേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പട്ടാളം തിരിച്ചു വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ പട്ടാളത്തിന് വലിയ തോതിൽ തിരിച്ചടി ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ പട്ടാളത്തെ വെച്ച് വേണം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഇവർ നേരിടാൻ എന്നുള്ളത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒരു വലിയ തലവേദന തന്നെയാണ്. എന്തായാലും പാകിസ്ഥാൻ ഇത് തിരിച്ചടികളുടെ കാലമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെല്ലാം ഇപ്പോൾ അങ്ങേറ്റം ശക്തരാവുകയും പാകിസ്ഥാനാകട്ടെ ദുർബലമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ടെററിസത്തെ അവരൊരു ഉപകരണമാക്കി മാറ്റിയെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് എ ടേസ്റ്റ് ഓഫ് ദെയർ ഓൺ മെഡിസിൻ. അവർക്ക് വാളെടുത്തവൻ വാളാലെന്ന് മലയാളത്തിൽ പറയുന്ന പോലെ അവർ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന വിഷം ഇപ്പോൾ അവർക്ക് തന്നെ കഴിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് പാകിസ്ഥാൻ. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം.
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.